കൊല്ലത്ത് 11 ശ്രീലങ്കക്കാർ പിടിയിൽ. നഗരത്തിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ബി വിനോദ് ചേരുന്നു. വിനോദ്, എത്ര പേരാണ് ഈ സംഘത്തിൽ ഉള്ളത്? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പോലീസ് അപർണ, വിവരമനുസരിച്ച് 11 പേർ പിടിയിലായതിൽ 2 പേരാണ് ശ്രീലങ്കക്കാർ. മറ്റ് 9 പേർ തമിഴ്നാട് സ്വദേശികളാണ്. നേരത്തെയും ഈ മനുഷ്യക്കടത്ത് കൊല്ലം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യം ലഭിച്ച വാർത്ത പ്രകാരമുള്ള 11 പേരും ശ്രീലങ്കക്കാർ എന്നതല്ല, 2 പേരാണ് ഇതിൽ ശ്രീലങ്കക്കാരായി ഉൾപ്പെട്ടിട്ടുള്ളതായി ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. 9 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ഓസ്ട്രേലിയയിലേക്കാണ് ഇവർ കടക്കാൻ ശ്രമിച്ചത്. മാസങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് നിന്ന് ബോട്ട് തമിഴ്നാട് ഉണ്ടായിരുന്ന ശ്രീലങ്കൻ റെഫ്യൂജികളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് കാനഡയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തെന്മല സ്വദേശിയായ വനിതയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബോട്ട് കൊണ്ടുപോയ സംഭവം ഉണ്ടായിരുന്നു. ഇതിന്റെ അന്വേഷണം നടത്തിവരവെയാണ് ഇപ്പോൾ കൊല്ലത്ത് ഇപ്പോൾ 11 പേർ പിടിയിലായിരിക്കുന്നത്. ഇവരെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സംഘം, തമിഴ്നാട് സംഘം ഇവിടെ എത്തുകയും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയുമാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത്. നേരത്തെയും ഈ ഓസ്ട്രേലിയയിലേക്കും അതോടൊപ്പം തന്നെ കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട്. കൊല്ലത്തേക്ക് ആളുകളെ എത്തിക്കുകയും അവിടെ നിന്ന് ബോട്ടുകളിൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായി പരാതികൾ ഉയർന്നിരുന്നു. കൊല്ലത്ത് തന്നെ ചില മത്സ്യബന്ധന ബോട്ടുകൾ തമിഴ്നാട് സ്വദേശികൾ വാങ്ങുകയും അവിടെ നിന്ന് ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ വിദേശത്തേക്ക് കടത്തുകയോ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് ഈ ബോട്ടുകൾ കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് ആളുകൾ ശ്രീലങ്കൻ തീരത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അനധികൃതമായി പോവുകയും ചെയ്യുന്ന കേസുകൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിനോദ് പറഞ്ഞ പോലെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. നേരത്തെ തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം ഇടപെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്യൂ ബ്രാഞ്ചിന് അപ്പുറത്തേക്കും കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഏതായാലും നേരത്തെ തന്നെ ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് ഇത്തരം കേസുകളിൽ വിശദമായ അന്വേഷണം. കാരണം തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളത്. ബോട്ട് വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ, കേരളത്തിൽ നിന്നുള്ള ബോട്ട് വാങ്ങുകയും മത്സ്യബന്ധനത്തിന് എന്ന പേരിൽ ഇത് കൊണ്ടുപോവുകയും പിന്നീട് രൂപമാറ്റം വരുത്തി ഈ ബോട്ടുകളിൽ ആളുകളെ പല രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്നതുമായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യമായല്ല കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ നീണ്ടകര സ്വദേശിയുടെ ഏറ്റവും ഒടുവിൽ നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് തമിഴ്നാട് സ്വദേശി വാങ്ങിയത്. ഈ നീണ്ടകര സ്വദേശിയുടെ പേരിലുള്ള ബോട്ടാകട്ടെ അത് രജിസ്റ്റർ ചെയ്തിരുന്നത് തെന്മല കേന്ദ്രീകരിച്ചുള്ള തമിഴ് ബന്ധമുള്ള ഒരു വനിതയുടെ പേരിലായിരുന്നു. ഇവരെ പിന്നീട് പോലീസും ക്യൂ ബ്രാഞ്ചും ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. മാത്രവുമല്ല, ഒരു ബന്ധു വഴിയാണ് ഇങ്ങനെ ബോട്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം തന്നെ അറിയിക്കുന്നതും തനിക്ക് പരിചയമുള്ള ആളിൽ നിന്ന് ഈ ബോട്ട് വാങ്ങി നൽകിയതും എന്ന് ഈ പിന്നീട് ഈ പിടിയിലായ വനിത വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനു മുൻപും കൊല്ലത്തു നിന്ന് ബോട്ട് പലപ്പോഴും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമുണ്ടായിരുന്നു. അത് മത്സ്യബന്ധനത്തിന് എന്ന പേരിലാണ് പലപ്പോഴും ഈ ബോട്ടിന്റെ രജിസ്ട്രേഷൻ നടപടികളും മറ്റും പൂർത്തിയാക്കി ബോട്ട് കൈമാറ്റം നടത്തുന്നത്. പക്ഷെ പിന്നീട് ഈ ബോട്ടുകളിൽ ആളെ കടത്താൻ ഉപയോഗിക്കുന്നു. അനധികൃതമായാണ് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് നടത്തുന്നത്. 11 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ട്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.